പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ത്രിയേക ദൈവത്തിന് സ്തുതി. മലങ്കര മാർത്തമ്മ സുറിയാനി സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക ഡയോസിസിൻ്റെ സന്നദ്ധ സുവിശേഷക സംഘ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി നടത്തുന്ന ഈ സദുദ്യമത്തിന് മാർത്തമ്മ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ എല്ലാ മംഗളാശംസകളും അറിയിക്കട്ടെ. നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. എന്താണ് വലിയ നോമ്പ്? ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മങ്ങൾ എന്നിവയാണ് വലിയ നോമ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായി സഭാസമൂഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ, നോമ്പ് നാളുകളിൽ വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ടുവേഴ്സ് ദ ക്രോസ് എന്ന വിഷയത്തെ അധികരിച്ച് നിങ്ങളൊരു ധ്യാന പരമ്പര നടത്തുമ്പോൾ നോമ്പ് നമ്മുടെ ജീവിതത്തിന് അർത്ഥപൂർണമായി തീരട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ജേർണിങ് വിത്ത് ക്രൈസ്റ്റ് ഓർ അക്സെപ്റ്റിംഗ് ജീസസ് ആസ് അവർ ഫെലോ ട്രാവലർ, സഹയാത്രികനായി യേശുവിനെ സ്വീകരിക്കുന്ന ഒരനുഭവം, അത് കുരിശിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് നോമ്പ് ഒന്നാമതായി ഒരു പിൽഗ്രിമേജാണ്, തീർത്ഥാടനമാണ്, ഒരു ക്രൂശിലേക്കുള്ള ഒരു യാത്രയാണ് എന്നത് നാം വേദപുസ്തകത്തിലൂടെ വായിച്ച് അറിയുന്നു. വിശുദ്ധ ലൂക്കോസിൻ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സ് ഉറപ്പിച്ചു. യെരുശലേമിലേക്കുള്ള യാത്ര നിശ്ചയദാർഢ്യത്തോടുകൂടി ഏറ്റെടുത്ത യാത്രയാണ്. ഒരു അബദ്ധ യാത്ര ആയിരുന്നില്ല, ഉറപ്പിച്ച് എടുത്ത ഒരു തീരുമാനമായിട്ട് യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. ഇറ്റ് വാസ് എ ജേർണി ടുവേഴ്സ് കാൽവറി. യെരുശലേമിലേക്കുള്ള യാത്ര കാൽവറിയിലേക്കുള്ള യാത്രയായിരുന്നു എന്നുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് ഓർക്കാം. ആ യാത്ര കുരിശിൻ്റെ വഴിയിലൂടെയായിരുന്നു, കുരിശിൽ മരിക്കുവാനായിട്ട് ആയിരുന്നു. അതുകൊണ്ട് ഈ ഒരു തീർത്ഥാടന നാളുകൾ യേശുവിനോടും ദൈവവചനത്തോടും ചേർന്ന് തീർത്ഥാടനം ചെയ്യുന്നതിനാണ്. അവൻ്റെ ജീവിതം നമ്മുടെ ജീവിത അനുഭവമാക്കി സ്വീകരിക്കുന്നതിനുള്ള അവസരമാണ് എന്നത് നമുക്ക് ഓർക്കാം. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്ന അവസരമാണ് നോമ്പുകാലം എന്നത് നമുക്ക് ഓർക്കാം. രണ്ടാമത്, നോമ്പ് ഒരു രൂപാന്തര അനുഭവമാണ് എന്നത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്നലെ വലിയ നോമ്പിൻ്റെ ആരംഭ ദിവസത്തിൽ നാം വായിച്ചത് കാനാവിൽ വെള്ളം വീഞ്ഞാക്കുന്ന യേശുവിനെ കുറിച്ചാണ്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം, ദൈവകരങ്ങളിൽ നാം സമർപ്പിക്കപ്പെടുമ്പോൾ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും, എടുത്ത് ഉപയോഗിക്കും എന്നുള്ളതാണ്. സ്രഷ്ടാവിൻ്റെ കരങ്ങളിൽ സൃഷ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ വെള്ളം പോലും മേന്മയുള്ള വീഞ്ഞായി മാറും. എ ഗ്ലോറിയസ് ട്രാൻസ്ഫർമേഷൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയും: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവിൻ. എ ടൈം ഓഫ് ഇൻട്രോസ്പെക്ഷൻ, സ്വയ ശോധനയുടെ നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ. രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന അനുഭവമാണ്, ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്ന അനുഭവമാണ് എന്നത് ഓർക്കാം.
മൂന്നാമത്, നോമ്പ് മരണമാണ്, ഉയർപ്പാണ്. മരണമാണ്, ഉയർപ്പാണ്. പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ഉയർക്കുന്ന അനുഭവം. അതുകൊണ്ട് നോമ്പ് ഉയർപ്പിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. നോമ്പില്ലാതെ കുരിശില്ലാതെ ഉയർപ്പും ഇല്ല. അതുകൊണ്ട് നോമ്പ് നാളുകൾ ഉയർപ്പിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന, ഈസ്റ്ററിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന അനുഭവമാണ്. നമ്മളൊരു ഈസ്റ്റർ സമൂഹമാണ്, ഉയർപ്പിൻ സമൂഹമാണ്, ഈസ്റ്റർ കമ്മ്യൂണിറ്റിയാണ് എന്നത് ഓർപ്പിക്കുന്ന അവസരമാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിൽ ഉയർക്കുന്ന ഉയർപ്പിൻ സമൂഹമായി തീരുന്ന നാളുകൾ, നമ്മുടെ ഈ നാളുകളിൽ നോമ്പാചരണം അതിനുള്ള അവസരമായി തീരട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. UK, യൂറോപ്പ്, ആഫ്രിക്ക ഡയോസിസിലെ സന്നദ്ധ സുവിശേഷകരെ എല്ലാവരെയും ആ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ.